സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകുന്നത് ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അവിടെ ചെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മുൻകാല ചരിത്രങ്ങൾ വളരെ ലഘുവായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം, എന്നാലേ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കവളപ്പാറ കൊട്ടാരം. 400 വർഷത്തിലേറെ പഴക്കമുള്ള ഈ മാളികപ്പുറം മാത്രമാണ് കേട്ടോ ഇവിടെ അവശേഷിക്കുന്നത്. 1000-ലേറെ വർഷം പഴക്കമുണ്ടായിരുന്നു ഈ കൊട്ടാരത്തിന്. പക്ഷെ പുതുക്കി പണിത ഈ മാളികപ്പുറം മാത്രമാണ് ഇപ്പോഴുള്ളത്. മറ്റേതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശനമല്ല കേട്ടോ. 2-3 വർഷം മുമ്പൊക്കെ ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താവളമായിരുന്നാലും അതുപോലെ തന്നെ ഈ കൊട്ടാരം നിലം പൊത്താനുള്ള അവസ്ഥയിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മൊത്തം അടച്ചിട്ട് കേട്ടോ. 4 പുറം കമ്പിവേലി കൊണ്ട് അടച്ചിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമല്ല. സ്വത്ത് തർക്കത്തെ തുടർന്നിട്ടേ 60-70 വർഷത്തോളമായിട്ട് ഇതിപ്പോൾ റിസീവർ ഭരണത്തിലാണെന്ന് കേട്ടോ നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു കാലത്ത് നമ്മുടെ നാട് ഭരിച്ചിരുന്നവരുടെ കൊട്ടാരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഈ കൊട്ടാരം ഇങ്ങനെ നശിച്ചു പോകണമെമ്പോൾ വലിയ സങ്കടം. നമ്മുടെ രാജ്യത്തെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഇതുപോലെയുള്ള പുരാതന വസ്തുക്കളൊക്കെ നമ്മുടെ സർക്കാരുകൾ സംരക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം വളരെ ലഘുവായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. AD 1090 മുതലാണ് കവളപ്പാറയിൽ ഭരണസ്ഥാനം കൈയാളാൻ തുടങ്ങിയത് കേട്ടോ. ആ കാലഘട്ടങ്ങളിൽ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന ആളായിരുന്നു മൂപ്പിൽ നായർ. നായർ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയിരുന്ന ഏക നാട്ടുരാജ്യവും കവളപ്പാറ ആയിരുന്നു കേട്ടോ. വെള്ളുവനാടൻ ഭാഷാപ്രയോഗമായ മൂപ്പർ എന്ന വാക്ക് തന്നെ ഇതിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. കിഴക്ക് പടിഞ്ഞാറ് മുതൽ പടിഞ്ഞാറ് ഓങ്ങല്ലൂർ വരെയും വടക്ക് മുണ്ടക്കോട്ടുശി മുതൽ തെക്ക് അതിർത്തിയായ ഭാരതപ്പുഴ വരെയായിരുന്നു കേട്ടോ ഈ വലിയ നാട്ടുരാജ്യം. ഒരു കാലത്തെ കൊല്ലിനും കൊലക്കും വരെ അധികാരമുണ്ടായിരുന്ന നാടുവാഴികളായിരുന്നു ഇവർ. മാമാങ്ക മഹോത്സവത്തിന് കവളപ്പാറ ദേശത്തു നിന്നും ചാവർ പടയാളികളെ അയച്ചിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. വെള്ളുവനാട്ടിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു കേട്ടോ മൂപ്പിൽ നായർ. ആധുനിക കവളപ്പാറയുടെ ശില്പി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1910 മുതലേ 1925 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന അപ്പുകുട്ടനുണ്ണി മൂപ്പിൽ നായരായിരുന്നു അദ്ദേഹം. കൂനത്തറ അങ്ങാടിയും വാണിയംകുളം ചന്തയും ഈ സ്വരൂപത്തോടു കൂടി വളർന്നതാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. വാണിയംകുളം ചന്ത കേരളത്തിലെ ആദ്യത്തെ കന്നുകാലി ചന്തയാണ്. മൂപ്പിൽ നായരാണിത് തുടങ്ങി വെച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. കവളപ്പാറ കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ചരിത്രങ്ങൾ അറിയാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടും ഇപ്പോഴും ഇവിടേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് കേട്ടോ. ഈ കൊട്ടാരം നിലനിൽക്കുന്നതേ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലാണ് കേട്ടോ. നമ്മുടെ ഷർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കൊട്ടാരത്തിലേക്ക് എത്താൻ കഴിയും കേട്ടോ. അത്രക്കും എളുപ്പമാണ് ഇവിടേക്ക് വരാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഷെയറും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.